ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഗുഡ്നസ് ടിവിയുടെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ നിറയാൻ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ആരിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, അവിടുത്തെ വരദാനങ്ങളാൽ നിറയുവാൻ എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല, എനിക്കതിനുള്ള കൃപകളൊന്നുമില്ല, ഞാൻ പാവിയാണ്, ബലഹീനനാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവാനായിട്ട് നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു യോഗ്യതയോ കഴിവോ, നമ്മുടെ വിശുദ്ധിയോ പരിശുദ്ധിയോ, നമ്മുടെ പാപമോ അല്ലെങ്കിൽ നമ്മുടെ പുണ്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുന്നത്. അത് ദൈവത്തിൻ്റെ തിരുഹിതമാണ്. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിൽ കൂടി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. സ്ഥൈര്യലേപനത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം, വരദാനങ്ങളാൽ നമ്മളൊക്കെ നിറഞ്ഞവരാണ്. നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപകളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെയാണ് ആ ശക്തി തിരിച്ചറിയേണ്ടത്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടെത്തേണ്ടത്, ആ കൃപകൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് വർഷിച്ചിരിക്കുന്നത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല എന്ന് ജോയേൽ പ്രവാചകനിൽ കൂടി പഴയ നിയമ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെയും മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്നാ ദൈവം പറഞ്ഞത്. ഇന്നവരുടെ മേലോ, വിശുദ്ധിയുള്ളവരുടെ മേലല്ല, സിസ്റ്റേഴ്സിന്റെ മേൽ, വൈദികരുടെ മേല്, മെത്രാന്മാരുടെ മേൽ മാത്രം ഞാൻ വർഷിക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. യുവാക്കളുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അവരുടെ കഴിവിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ യോഗ്യതകളോ കഴിവുകളോ ഒന്നും നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും ഒരു സ്റ്റേജിൽ കയറുകയോ ഒരു കഴിവും ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പേടിയും ഭയവും ആകുലതയും നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഫോർമേഷൻ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് ധ്യാനം കൂടിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ ഭാഷാവരം ലഭിക്കുകയും മറ്റു വരങ്ങൾ ലഭിക്കുകയും എൻ്റെ ആന്തരിക മുറിവുകളിൽ നിന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ വ്യക്തിയായി തീർന്നു. എൻ്റെ കഴിവുകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുവാൻ, എനിക്കത് പ്രകടിപ്പിക്കുവാൻ എൻ്റെ പേടിയും ഭയവും ആകുലതയും അസ്വസ്ഥതയും ഒക്കെ നീങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആന്തരിക മുറിവുകളിൽ നിന്ന് നമ്മൾ സൗഖ്യം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം. നമുക്കറിയാം, പരുന്ത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. ഈ പരുന്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കുറേ കാലം ഇങ്ങനെ പറന്ന് അത് മരച്ചില്ലകൾക്കിടയിലൊക്കെ ഉടക്കി അതിൻ്റെ ചിറകുകളൊക്കെ മുറിവേൽക്കും. ഇങ്ങനെ മുറിവേറ്റ് കഴിയുമ്പോൾ പിന്നെ പരുന്തിന് പറക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഈ പരുന്തിൻ്റെ ചിറകുകളുടെ മുറിവുകൾ വ്രണമായി കഴിയുമ്പോൾ
ഈ വ്രണങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് പരുന്ത് ഏറ്റവും ഉയരത്തിലുള്ള ഒരു പാറപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ചിറകൊക്കെ വിരിച്ചു പിടിച്ച് കിടക്കും. അങ്ങനെ ചിറക് വിരിച്ച് കിടക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ വളരെ ശക്തിയേറിയ ആ സൂര്യപ്രകാശത്തിന്റെ ശക്തിയും പാറപ്പുറത്തെ ചൂടിന്റെ ശക്തിയും ഇത് രണ്ടും കൂടി ഒന്നിച്ച് അടിക്കുമ്പോൾ പരുന്തിന്റെ ശരീരത്തിലേറ്റ ചിറകിലേറ്റ ആ മുറിവുകൾ ഓരോന്നോരോന്നായി ഉണങ്ങും. അങ്ങനെ ആ മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ പരുന്ത് വീണ്ടും ചിറകുകളടിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള മുറിവുകളിൽ കൂടി ആന്തരികമായി മുറിവുകൾ അനുഭവിച്ചവരും മാനസികമായി തകർന്നവരൊക്കെയാകാം. നമുക്കൊരിക്കലും മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. ചിലതരത്തിലുള്ള ആന്തരിക മുറിവുകൾ പാപത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടാകാം. തഴക്കദോഷങ്ങളിലേക്ക്, ദുശീലങ്ങളിലേക്ക്, ജഡികാസക്തികളിലേക്കൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, നമ്മുടെ മുറിവുകളിൽ നിന്ന് നമ്മൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറുന്നു. ആ തിരുമുറിവുകൾ ഈശോ വരദാനങ്ങളായി, കൃപകളായിട്ട് നമ്മളിലേക്ക് വർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയുവാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ആന്തരിക മുറിവുകളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം. ആന്തരിക മുറിവുകളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. പാപത്തെയും പാപ സാഹചര്യത്തെയും നമ്മൾ വെറുത്തുപേക്ഷിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ്, ഇപ്പോഴത്തെ അമ്മമാരൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നവരാ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ എന്താ ചെയ്യുക? രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ കത്തിച്ച അടുപ്പിലെ തീക്കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ ചാരത്തിൻ്റെ അടിയിലുണ്ടെങ്കിൽ ആ ചാരമൊക്കെ മെല്ലെ ഊതി ഊതി മാറ്റി ആ 1ഉം 2ഉം തീക്കട്ടകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അത് ഊതി ഊതി കുറേ നേരം അത് ഊതും. പിന്നെ അത് ഒരു പേപ്പർ വയ്ക്കും. അങ്ങനെ ഊതി ഊതി ആ തീക്കട്ടകളിൽ നിന്നാണ് നമ്മൾ രാവിലെ ചിലപ്പോൾ തീ കത്തിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ പാപ സാഹചര്യങ്ങൾ, ആന്തരിക മുറിവുകൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ, കൗൺസിലിംഗ് ശുശ്രൂഷയിൽ കൂടെ നമ്മൾ ഈ പാപത്തെയും പാപ സാഹചര്യത്തെയൊക്കെ വെറുത്തുപേക്ഷിച്ച് ഊതി ഊതി നമ്മുടെ ചാരമാവുന്ന പാപങ്ങളെ നമ്മൾ നിർവീര്യമാക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് അതിനെയൊക്കെ നിർവീര്യമാക്കി കഴിയുമ്പോൾ ആ തീക്കട്ടകളിൽ നിന്ന് തീ കത്തുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് വർഷിക്കാൻ തുടങ്ങും. ശക്തമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഈ ആന്തരിക മുറിവുകൾ നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആന്തരിക സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ ആ വ്യക്തിയിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറവും ഉണ്ടാകും. നമുക്ക് ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പും പകയും വിദ്വേഷവും പ്രതികാര ചിന്തയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുവാൻ അത് തടസ്സമായിട്ട് വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും, നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ മനസ്സിലാക്കാത്തവർ, നമ്മളെ തള്ളിപ്പറഞ്ഞവർ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾക്ക് നമ്മളെ നയിച്ചവരുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിലേക്ക് ആ വ്യക്തികളെ നമ്മൾ സമർപ്പിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന്
ഈ ലോകത്തിൽ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ സാധ്യമാക്കുവാനോ സാധിക്കാത്തൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പുരുഷ സ്പർശനമേൽക്കാതെ അവൾ ഗർഭിണിയാകുന്നത്. എങ്ങനെയാണ് അവള് ഗർഭിണിയായി തീരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കത് സാധിച്ചു കിട്ടത്തില്ല എന്ന് നമ്മൾ കരുതുന്ന ഏതു നിയോഗങ്ങളിലേക്കും, എത്ര അസാധ്യമായ കാര്യങ്ങളിലേക്കും, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അവസ്ഥയിലേക്കും, മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ കരുതുന്ന അവസരത്തിലേക്കും, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയും. പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് ദൈവത്തിന്റെ പുത്രന് ജന്മം കൊടുക്കുവാനായിട്ട് പരിശുദ്ധി അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ, നമ്മളും ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരികയും ആ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ, നമ്മുടെ ജീവിത രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ പരിശുദ്ധി അമ്മ ഏലീശ പുണ്യവതിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച നിമിഷത്തിൽ തന്നെ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു കുതിച്ചു ചാടുകയാണ്. പരിശുദ്ധാത്മാവിനാ നിറയുകയാണ് ആ കുഞ്ഞ്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ തന്നെ നമ്മളിലേക്കും ആ കൃപ കടന്നു വരുന്നു. നമ്മളൊരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനായിട്ട്, ഈ എലിസബത്തിന് ഈ പരിശുദ്ധി അമ്മയിൽ ദൈവദൂതൻ അരുളി ചെയ്ത ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ എലിസബത്തിന് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്നെ എലിസബത്ത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പുത്രന്റെ അമ്മ. നോക്കിയ വലിയൊരു വെളിപ്പെടുത്തലുകളാണ് എലിസബത്തിൽ കൂടി. കാരണം എലിസബത്ത് വർഷങ്ങളായി ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊതിച്ച്, വർഷങ്ങളായി നാണക്കേടും അപമാനങ്ങളും സഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു എലിസബത്ത്. സഹനങ്ങളിൽ കൂടി, അപമാനങ്ങളിൽ കൂടി, പരിഹാസങ്ങളിൽ കൂടി, നിന്ദനങ്ങളിൽ കൂടി ഒരുപാട് സഹിച്ച വ്യക്തി. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹനങ്ങളെ ഒന്നും നമ്മൾ ഇല്ലാതാക്കരുത്. സഹനങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. നമുക്ക് സഹിക്കാനായിട്ടൊരവസരം കിട്ടുമ്പോൾ ആ സഹനങ്ങളാണ് പിന്നീടുള്ള നമ്മുടെ ശുശ്രൂഷയിൽ ശക്തിയായിട്ട് തീരുന്നത്. ഈ സഹനങ്ങളാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നത്. ഒരു സഹനം കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നത്. പരിശുദ്ധി അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് ആ വചനം തന്നിൽ നിറവേറട്ടെ എന്ന് വിശ്വസിച്ച നിമിഷം മുതൽ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ സന്തോഷമായിരുന്നില്ല. പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ സുഖജീവിതമായിരുന്നില്ല. പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ജീവിത പങ്കാളി പോലും തന്നെ മനസ്സിലാക്കാത്ത അവസ്ഥ, തൻ്റെ കുടുംബത്തിലോ പ്രിയപ്പെട്ടവർക്കോ ബന്ധുജനങ്ങൾക്കോ ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, എല്ലാവരുടെയും മുമ്പിൽ നിന്ദയായി, പരിഹാസികയായി, അപമാനിതയായി കഴിയേണ്ടി വന്ന ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അമ്മ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ നിമിഷം മുതൽ അമ്മയ്ക്ക് സന്തോഷമോ സമാധാനമോ ഒന്നുമല്ല ലഭിച്ചത്, സഹനമായിരുന്നു.
വേദനയായിരുന്നു, നിന്ദനമായിരുന്നു, അപമാനങ്ങളായിരുന്നു. ആ സഹനത്തെ പരിശുദ്ധിയമ്മ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ ഹിതമാണ്, അതെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ കാൽവരി മലയില് തൻ്റെ പുത്രന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ നിമിഷവും തൻ്റെ മരണം വരെയും തൻ്റെ സ്വർഗാരോഹണം വരെയും പരിശുദ്ധി അമ്മയുടെ ജീവിതത്തില് സഹനങ്ങൾ മാത്രമായിരുന്നു. ഒരു സ്ത്രീ സഹിക്കേണ്ട എല്ലാ സഹനങ്ങളും പരിശുദ്ധി അമ്മ സഹിച്ചു കഴിഞ്ഞു. ഒരു കന്യക സഹിക്കേണ്ട എല്ലാ സഹനങ്ങളും ഒരു കന്യകയായിരിക്കുമ്പോൾ സഹിക്കേണ്ടി വന്നു. ഒരമ്മ സഹിക്കേണ്ട എല്ലാ സഹനങ്ങളും, മക്കളിൽ കൂടി അനുഭവിക്കേണ്ട എല്ലാ വേദനകളും, പരിഹാസങ്ങളും നിന്ദനങ്ങളും കുരിശിന്റെ ചുവട്ടിൽ വെച്ച് തൻ്റെ പ്രിയപുത്രൻ 3 ആണികളാൽ തൂങ്ങി മരിക്കുന്നത് കാണുവാനിടയായ ഒരമ്മയുടെ വേദന നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല. തൻ്റെ പുത്രനെ കുറിച്ച് മറ്റുള്ളവർ വന്ന് അവൻ വട്ടനാണ്, അവൻ മാനസിക രോഗികളുടെ കൂടെ അല്ലെങ്കിൽ പാവികളുടെ കൂടെയൊക്കെ അവൻ വസിക്കുന്നു, അവൻ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധി അമ്മയുടെ അടുക്കൽ വന്ന് പലരും വന്ന് പരാതി പറയുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് അമ്മ അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങൾ. പക്ഷെ അവിടെയൊന്നും പരിശുദ്ധി അമ്മ ആരുടെയും അടുത്തൊരു പരാതിയുമായിട്ട് പോയില്ല. ആരുടെയും അടുത്ത് കണ്ണുനീര് കൊണ്ട് പരിശുദ്ധി അമ്മ പോയില്ല. ദൈവത്തിന്റെ ഹിതമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കി തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സഹിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ട്, ആ സഹനത്തിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വേണം, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയണം. വീണ്ടും നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധി അമ്മ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നോക്കുക, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ ആനന്ദമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഈ ആനന്ദവും സന്തോഷവും സമാധാനവും പരിശുദ്ധി അമ്മയെ അനുഭവിക്കുന്നത് ഈ സഹനത്തിൽ കൂടി കടന്നുപോയ നിമിഷങ്ങളിലാണ്. തൻ്റെ പുത്രനെ പ്രസവിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്തിനു വേണ്ടി അന്വേഷിച്ച് നടന്നതും, തൻ്റെ പുത്രന്റെ ജന്മശേഷം അതിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതും, ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേദനകളും ദുർഘട യാത്രകളുമൊക്കെ, ഈജിപ്തിലേക്കുള്ള യാത്രയൊക്കെ പരിശുദ്ധി അമ്മ ഒരുപാട് സഹനത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട്, പ്രസവിച്ച ഉടനെ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളൊന്ന് ഓർത്തു നോക്കിക്കേ. ചിന്തിക്കാൻ പറ്റുമോ? ഇതുപോലുള്ള സഹനങ്ങളിലൊക്കെ പരിശുദ്ധി അമ്മ ഒരു പരാതിയോ പരിഭ്രമോ കൂടാതെ ദൈവഹിതത്തിന് തൻ്റെ സഹനങ്ങളെ സമർപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചറിഞ്ഞു. അവിടെയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുമ്പോൾ എത്ര സഹനങ്ങളുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും, രോഗപീഠകളുണ്ടായാലും, വേദനകളുണ്ടായാലും നമുക്ക് അതിനെ തരണം ചെയ്യുവാൻ, സ്വീകരിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ കുളത്തുവയലിൽ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു സിസ്റ്റർ ക്യാൻസർ രോഗിയാണ്. സിസ്റ്ററിൻ്റെ മരണസമയമൊക്കെ അടുത്തു. ഇനി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സിസ്റ്ററിനോട് നേരിട്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ സിസ്റ്റർ ആ സഹനത്തെ, ആ രോഗത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല മരണത്തിന് ഒരുങ്ങുവാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങി തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ വേണ്ടി ആ സിസ്റ്റർ ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഒന്നും സിസ്റ്റർ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല, എനിക്ക് സൗഖ്യം തരണമേ എന്നോ അല്ലെങ്കിൽ എൻ്റെ രോഗത്തെക്കുറിച്ച് സൗഖ്യം കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയുമില്ല. സിസ്റ്റർ പ്രാർത്ഥിച്ചൊക്കെ നല്ല മരണം കിട്ടണം, എനിക്ക് നന്നായിട്ട് എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം,
ഒരുങ്ങണം. അതിനു വേണ്ടിയ സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്ഥാപക പിതാവ് മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനും സിസ്റ്റേഴ്സും എല്ലാം ധ്യാനിക്കാമെന്ന് എല്ലാവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സിസ്റ്റർ പറയുകയാണ്, എൻ്റെ ശരീരത്തിലേക്ക് ആരൊക്കെയോ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ എൻ്റെ ശരീരത്തിലേക്ക് ശിരസ് മുതൽ എൻ്റെ ഉദരം വരെ ഒരു തീക്കട്ട അങ്ങോട്ട് ഇറങ്ങുന്ന പോലെ ചുട്ടു പൊള്ളുന്ന ഒരനുഭവം എനിക്കുണ്ടായി. ഞാൻ കരുതി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കുന്നതെന്ന് കരുതി ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം സിസ്റ്റർ പറയുകയാണ്, ധ്യാനം കഴിഞ്ഞ് കോൺവെൻറ്റിൽ ചെന്ന് അടുത്ത ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ സിസ്റ്ററിനോട് പറയുകയാണ്, സിസ്റ്ററിൻ്റെ ശരീരത്ത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗാണുക്കളോ ഒരു രോഗമോ ഇല്ല, പൂർണ്ണമായിട്ടും സിസ്റ്റർ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ ഈ സിസ്റ്ററിനെ കോൺവെൻറ്റിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണിത്. സിസ്റ്ററെ, നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ NRC കുളത്തുവയലിൽ ധ്യാനിക്കാൻ വന്നപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു 2ാം ജന്മം കിട്ടി. പരിശുദ്ധാത്മാവിന് നിറഞ്ഞ ഒരു വ്യക്തിയായി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തിരിച്ചു തന്ന ഈ 2ാം ജന്മം ഞാൻ പാവപ്പെട്ടവരുടെ ഇടയിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒറ്റ പൈസ പോലും വാങ്ങിക്കാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്ത് ഓരോ വില്ലേജുകളിലും കയറി ഇറങ്ങി രോഗികൾക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ ശുശ്രൂഷിക്കുന്ന അവരുടെ ഒരു ഡോക്ടറായി ഞാൻ മാറി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഈ ജീവിതം ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നതും രക്ഷ ലഭിക്കുന്നതും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിറയുമ്പോഴാണ്. നമുക്കറിയാം, സക്കേവൂസിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ ആ യേശുവിൻ്റെ സാന്നിധ്യം, യേശു ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഈശോ ഒന്നും പറഞ്ഞില്ല സക്കേവൂസിനോട്, നീ പാവിയാണെന്നോ നീ ചുങ്കക്കാരനാണെന്നോ അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെടണമെന്നോ ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ യേശു ആ ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് ഇതാ വലിയ മാനസാന്തരം ഉണ്ടാവുകയാണ്. തൻ്റെ തെറ്റുകളെക്കുറിച്ച് അവൻ അനുതപിക്കുവാൻ തയ്യാറായി, പ്രായശ്ചിത്തം ചെയ്യുവാൻ തയ്യാറായി, പരിഹാരം ചെയ്യുവാൻ അവൻ സ്വയം തീരുമാനമെടുത്തു. ഇതാണ് പരിശുദ്ധാത്മാവിന് നിറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തികൾക്ക് തന്നെ ആ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. എലീശയ്ക്ക് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുപോലെ ദൈവപുത്രന്റെ അമ്മയാണ് തൻ്റെ ഭവനത്തിലേക്ക് കടന്നുവെന്നത് തിരിച്ചറിയാൻ സാധിച്ചതുപോലെ സക്കേവൂസിന് യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിനെ ഒന്ന് കാണാനേ അവൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന നിമിഷത്തിൽ അവന് പാപബോധമുണ്ടായി, പശ്ചാത്താപമുണ്ടായി, മാനസാന്തരമുണ്ടായി. നമ്മുടെയൊക്കെ ഇത് വ്യക്തി ജീവിതത്തിൽ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ഒരു വ്യക്തിക്ക് വേണം. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകണമെന്ന്, വിശ്വാസം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. അവരെ സമർപ്പിച്ച് അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി, ലോകം മുഴുവനുള്ള എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതാണ് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനിലുമുള്ള എല്ലാ വ്യക്തികളിലും ഇന്ന് നമുക്കറിയാം, രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ മത്സരമാര്, ആരാണ് വലുത്, ആരാണ് ഒന്നാമത്, പരസ്പരം വൈരാഗ്യത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും യുദ്ധഭീഷണിയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി, അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ലോക രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും സംജാതമാകണമെന്ന്
നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ എല്ലാ വ്യക്തികളിലും നിറയണമേ, നയിക്കപ്പെടണമേ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, മാനസാന്തരവും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, ഇന്ന് കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും, ലോകരാജ്യങ്ങളെയും, തിരുസഭയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.